കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ധനപ്രതിസന്ധി വളരെ നേരത്തെ മുതലേ, അതായത് ഈ ഗവൺമെൻറ് ഭരണത്തിൽ വരുമ്പോൾ തന്നെ ധനപ്രതിസന്ധിയോടെയാണ് വന്നത്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണല്ലോ ഈ ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ധനപ്രതിസന്ധി അതിരൂക്ഷമായിരുന്നു. അതായത് ഓഗസ്റ്റ് വരെ 25 ലക്ഷം വരെയുള്ള ബില്ലുകളൊക്കെ പാസ്സാക്കാമായിരുന്നു. അതിനുശേഷം അത് 10 ലക്ഷത്തിലേക്ക് ചുരുക്കി. ആ 10 ലക്ഷത്തിലേക്ക് ചുരുക്കിയതാണ് ഇപ്പോൾ ശമ്പള ബില്ലുകൾ മാത്രം പാസ്സാക്കിയാൽ മതി, ബാക്കി ബില്ലുകളെല്ലാം ക്യൂ സിസ്റ്റത്തിലേക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നത്. അതെപ്പോഴാകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ നിവൃത്തിയില്ല. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഗവൺമെൻറ് അതിനുള്ള ധനാഗമ മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. കാരണം പക്ഷേ ആ കണ്ടുപിടിച്ച മാർഗങ്ങളൊക്കെ സമാഹരിച്ച് സൂക്ഷിച്ച് ഒളിച്ചു വെച്ച് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇനിയും ഫ്രീ ബീസൊക്കെ അനുവദിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെ ആ ചെലവുകൾക്ക് വേണ്ടി പണം കരുതി വയ്ക്കാം, ഇലക്ഷൻ നടത്തിപ്പിന് വേണ്ടി പണം കണ്ടുവയ്ക്കാം എന്നൊക്കെ കരുതിയാകാം ഇപ്പോൾ ഇത്ര വലിയ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്.